ശ്രീമതി ഭാഗ്യലക്ഷ്മി, നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്നിപ്പോൾ രാവിലെ വന്ന വാർത്ത താങ്കൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഈ മലയാള സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത് എന്ന ചോദ്യം, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ സിനിമാ സംഘടനകളുടെ നിലപാട് എന്തുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത്? ഒരു തണുപ്പൻ സമീപനം അവർ സ്വീകരിക്കുന്നുണ്ടോ? എനിക്കിതിൽ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ആക്ച്വലി എല്ലാ മേഖലയിലും, ഞാൻ ഇന്നലെ ചെന്നൈയിലുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ പറയാം, നിങ്ങളുടെ കേരളത്തിൽ മാത്രമേ ഇത്രയധികം ധൈര്യത്തോടു കൂടി ഇത്തരം വാർത്തകൾ ചാനലുകൾ പുറത്തുവിടുന്നുമുള്ളൂ. നിങ്ങളുടെ ആളുകൾ, ജനങ്ങൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുന്നത് നിങ്ങളുടെ കേരളത്തിൽ മാത്രമാണ്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മളാണ് ഇവിടെ എപ്പോഴും വളരെ, നമുക്കൊരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുകയോ അല്ലെങ്കിൽ പൊതുവിഷയങ്ങളെ നമ്മൾ വളരെ ധൈര്യത്തോടു കൂടിയൊക്കെ നമ്മൾ പുറത്തേക്ക് വരുന്ന ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് വന്നിരിക്കുന്ന ഒരു ഒരു നല്ല സമയമാണിത്. കാരണം ഇത് വലിയൊരു ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോകുന്ന മാതിരി എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇനിയെങ്കിലും സംഘടനകൾ കർശനമായ നടപടി എടുത്തില്ലെങ്കിൽ ഇത് വീണ്ടും ഈ പറയുന്ന മാതിരി ഇപ്പോൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാവുന്നത്, മലയാള സിനിമയിൽ വളരെ തിരക്കുള്ള പ്രശസ്തരായ ഒരു 25-30 പേരാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇത് എണ്ണം കൂടിപ്പോകാതിരിക്കണമെങ്കിൽ ഈ സംഘടനകൾ വളരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ മാതിരി അവരെ നന്നാക്കുക, ഈ ഒരാളെ നന്നാക്കുക എന്ന് പറയുന്നത്, ഞാൻ നന്നാവണം എന്ന് എനിക്കിവിടെ തോന്നിയാലല്ലേ എന്നെ നന്നാക്കാൻ പറ്റൂ. എനിക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ നന്നാക്കാൻ ദൈവം വിചാരിച്ചാലും നടക്കില്ല. അപ്പോ അവരെ നന്നാക്കുക എന്നുള്ളതല്ല, അവനെ ശിക്ഷിക്കുക. അല്ല, അത് നന്നാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന പോലെയാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുരനുഭവം തുറന്നു പറയുന്ന നടിമാർക്കൊക്കെ അവരെയൊക്കെ മാറ്റി നിർത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു തരത്തിൽ ഇവർക്ക് ഇത് തെറ്റാണ് എന്നൊരു തോന്നൽ ഈ സംഘടനകൾ ആരും ഉണ്ടാക്കുന്നില്ല. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം അതൊരു വലിയ അതായത് പണ്ട് മദ്യപിച്ചിരുന്നപ്പോ നമ്മളൊക്കെ പറയൂ, അയാൾ മദ്യപിക്കും, അയാൾ മദ്യപിച്ച് ഷൂട്ടിങ്ങിന് വരും, അയാൾ എപ്പോ നോക്കിയാലും സിഗരറ്റ് വലിക്കും. ഇന്ന് അതൊക്കെ വളരെ സർവ്വസാധാരണ വിഷയമായി. ഇതിപ്പോ ലഹരിയിലേക്ക് കയറി. ഇനി അടുത്തത് ലഹരി എന്ന് പറയുന്നതും ഒരു വലിയ വിഷയമല്ലാതായി മാറും. പക്ഷേ ഇവിടെ അപകടം സംഭവിക്കുന്നത് ആർക്കാണ്? യഥാർത്ഥത്തിൽ നിർമ്മാതാവിനെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടമാണ് നിർമ്മാതാവിന് ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു അപകടകരമായ അവസ്ഥയിലേക്കായിരിക്കും സ്ത്രീകൾ ഇനി ഇവിടെ പ്രവർത്തിക്കേണ്ടി വരിക ഇത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ സംഘടനകൾ എപ്പോഴും ഈ വലിയവരുടെ വിഷയം വരുമ്പോൾ ഒരല്പം മെല്ലെപ്പോക്ക് നയം അല്ലെങ്കിൽ ഒരു നിശബ്ദത പാലിക്കുക എന്ന പ്രവണത. അതാണ് ഞാൻ ചോദിച്ചത്, തണുപ്പൻ സമീപനമാണോ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ സ്ത്രീകളോടൊക്കെയുള്ള ഇവരുടെ കരുതൽ എന്താണ് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും പല വിഷയങ്ങളിലും ഇവർ എടുക്കുന്ന നിലപാടും നമുക്കറിയാവുന്നതാണ്. അതിപ്പോൾ വിൻസിയുടെ കാര്യത്തിൽ പക്ഷേ ഒരു ഘട്ടം എത്തുമ്പോൾ വിൻസിക്ക് ഇതിന് പരാതിപ്പെടാനൊന്നും ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് ഞങ്ങളും അവർക്കൊപ്പം നിൽക്കുകയാണെന്ന് ആ വിഷയത്തിൽ മാത്രം. ഭാഗ്യലക്ഷ്മി, അല്ല, വിൻസിക്ക് പരാതിപ്പെടാൻ താല്പര്യമില്ലാതായതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് നിയമപരമായി മുമ്പോട്ട് പോകുമ്പോൾ കോടതിയിൽ കേസ് വന്നാൽ ഇതിന് സാക്ഷികൾ വേണം. ആ കുട്ടിയോട് അത്തരത്തിൽ അയാൾ പെരുമാറി. കാരണം ഇത് ഒരു വെർബൽ റേപ്പാണ് എന്ന് പറയാം. ഒരു തരം വെർബൽ റേപ്പാണ്, ഫിസിക്കൽ അല്ല. അപ്പൊ ഈ വെർബൽ റേപ്പ് എന്ന് പറയുന്നതിന് ഒരു സാക്ഷി വേണം. കോടതിയിൽ നാളെ കേസായി കഴിയുമ്പോൾ കോടതി ചോദിക്കുകയാണ് സാക്ഷി വേണം എന്ന് പറഞ്ഞാൽ ആരും ആ കുട്ടിക്ക് വേണ്ടി വന്ന് സാക്ഷി പറയില്ല, ആരും പറയില്ല. ഇപ്പൊ തന്നെ ആ സിനിമയുടെ സംവിധായകൻ പറഞ്ഞില്ലേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊരാൾ പറയണ എന്താണ്, ഞാൻ അറിയാവുന്ന ഷൈൻ ടോപ്പ് വളരെ നല്ലവനാണ്. ഇങ്ങനെ ഓരോരുത്തരും അയാൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ കേസുമായി കോടതിയിൽ പോകുന്ന പെൺകുട്ടിയാണ് ഒടുവിൽ തളർന്നു പോകുന്നതും പരാജയപ്പെടുന്നതും. അതുകൊണ്ടാണ് അവർ അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പറയുന്നത് എനിക്ക് പരാതി പോകാൻ താല്പര്യമില്ല. അപ്പൊ താങ്കളുടെ പ്രതീക്ഷ എന്താണ്? അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ സംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്ന് വന്നത് തന്നെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഹിറ്റ് സിനിമകൾ, സൂപ്പർ ഹിറ്റ് സിനിമകൾ 1 by 1 നമുക്കൊക്കെ തന്ന 2 പേരുടെ പേരുകളാണ് നമ്മൾ ഇന്നിപ്പോൾ കേട്ടത്. ഇപ്പോൾ ഉടൻ തന്നെ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്നുണ്ടായൊരു നടപടി എന്ന തരത്തിലേക്ക്. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്?
ഇവിടെ ഫെഫ്റ്റയും അമ്മ എന്ന സംഘടനയും അതേപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും 3 സംഘടനകൾ ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ നമ്മൾ കാശ്മീരിൽ കണ്ടത്. ആ ഒരു വിഷയം വന്നപ്പോൾ എല്ലാ കക്ഷികളും എല്ലാ പാർട്ടികളും ഒന്നിച്ച്, എല്ലാ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിന്നാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിനിമയെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാവരും പറയണം, ആക്ടേഴ്സ് പറയണം ഇവരുടെ കൂടെ അഭിനയിക്കില്ല, ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ, അത് മദ്യമാവട്ടെ എന്തുമാവട്ടെ, എനിക്കത് ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പം എനിക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയാനുള്ള ആർജവവും ധൈര്യവും തന്റെ അതെ, അങ്ങനെ ആർജവം കാണിച്ച ഒരാളാണ് വിൻസി. അതിനുശേഷം വന്ന പ്രതികരണമൊക്കെ നമുക്കറിയാം. ഇനി അവരെ മാറ്റി നിർത്തില്ല എന്നൊക്കെയുള്ള ഉറപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താകും? ഞാൻ ചോദിക്കട്ടെ, ഒരു മാറ്റം വരണമെങ്കിൽ ചില ത്യാഗങ്ങളൊക്കെ നമുക്കിവിടെ സഹിച്ചേ പറ്റൂ. ചില രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് പോലെ അത് സംഭവിക്കും. നമുക്ക് യഥാർത്ഥത്തിൽ സിനിമയോട് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി ഒരല്പം ത്യാഗം, ഇന്നല്ലെങ്കിൽ നാളത്തെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള 10, 50, 25 ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നും വിൻസിയെ മാറ്റി നിർത്തില്ല. 5 പടം കിട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ 2 സിനിമയായിരിക്കും കിട്ടുന്നത്. മതി, എനിക്ക് 2 നല്ല സിനിമകൾ, നല്ല 2 മനുഷ്യരുടെ സിനിമകൾ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കണം.